ഗയ ടെലസ്കോപ്പിൻ്റെ സഹായത്താൽ ഗവേഷകർ നമ്മുടെ സൗരയൂഥത്തിൻ്റെ വളരെ അരികിലായിട്ട് ഒരു വലിയ ബ്ലാക്ക് ഹോളിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതൊരു മൈന്യൂട്ട് ബ്ലാക്ക് ഹോളൊന്നുമല്ല, അതിഭീകരമായ മാസ് ഉള്ള ബ്ലാക്ക് ഹോൾ തന്നെയാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സൂര്യൻ്റെ മാസിൻ്റെ 33 ഇരട്ടി മാസാണ് ഈ ബ്ലാക്ക് ഹോളിനുള്ളത്. പക്ഷേ ഇതൊരു ഡോർമെൻറ്റ് ബ്ലാക്ക് ഹോളാണ്. ഇതിനെ കണ്ടെത്താൻ വളരെയധികം പ്രയാസമായിരുന്നു. എങ്കിൽ പോലും നമ്മുടെ ടെലസ്കോപ്പിന് അതിനെ തിരിച്ചറിയാൻ സാധ്യമായിരിക്കുകയാണ്. എന്താണ് ഡോർമെൻറ്റ് ബ്ലാക്ക് ഹോൾ? എന്തുകൊണ്ടാണ് അതിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത്? ഡോർമെൻ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് അല്ലാത്ത ബ്ലാക്ക് ഹോളാണ്. ഒരു ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു രൂപമുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള 2 ബ്ലാക്ക് ഹോളുകളുടെ ചിത്രവും നമ്മുടെ മനസ്സിലുണ്ട്. 2 ചിത്രങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ചിത്രീകരിക്കാൻ സാധ്യമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഭാവന കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രങ്ങളാണ്. അതായത് ഒരു ബ്ലാക്ക് ഹോളിന് ചുറ്റുമായിട്ട് വലിയൊരു അക്രീഷൻ ഡിസ്ക് ഉണ്ട്, പരന്നു കിടക്കുന്ന ഒരു ഡിസ്ക്. അതിനു പുറമെ അതിൻ്റെ മാഗ്നറ്റിക് പോളിൽ നിന്നും ജെറ്റുകൾ പ്രവഹിക്കാറുണ്ട്. ആ ജെറ്റുകൾ ഭൂമിയിൽ എത്തിച്ചേരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ബ്ലാക്ക് ഹോൾ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് തന്നെ. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ബ്ലാക്ക് ഹോള് ഞാൻ പറഞ്ഞ ബ്ലാക്ക് ഹോളിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. കാരണം ഇതിന് അക്രീഷൻ ഡിസ്ക് ഇല്ല. എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ഹോളിന് അക്രീഷൻ ഡിസ്ക് ഉണ്ടാകുന്നത്? ആ ബ്ലാക്ക് ഹോളിൻ്റെ പരിസരത്ത് മറ്റ് സെലസ്റ്റിയൽ ബോഡികൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നക്ഷത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അത് സ്പെഗറ്റിഫിക്കേഷൻ എന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്നതാണ്. അതായത് അതൊരു ന്യൂഡിൽ പോലെ അല്ലെങ്കിൽ ഒരു നൂല് പോലെ വലിഞ്ഞ് ആ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ എത്തപ്പെടുന്നതാണ്. എന്നാൽ നേരിട്ട് സിംഗുലാരിറ്റിയുടെ ഉള്ളിലേക്ക് എത്തപ്പെടുന്നില്ല. ആദ്യം അത് ബ്ലാക്ക് ഹോളിന് ചുറ്റുമായിട്ട് വലം വയ്ക്കുന്നതാണ്. അങ്ങനെ വലം വയ്ക്കുമ്പോഴാണ് ആ നക്ഷത്രങ്ങൾ അതിന് ചുറ്റുമുള്ള ഒരു അക്രീഷൻ ഡിസ്ക് ആയിട്ട് മാറുന്നത്. അങ്ങനെ കുറേശ്ശെ ആയിട്ടാണ് സിംഗുലാരിറ്റി പോയിന്റിൽ അത് എത്തിച്ചേരുക. ഇനി ആ ബ്ലാക്ക് ഹോളിൻ്റെ പരിസരത്തെങ്ങും ഒരു സെലസ്റ്റിയൽ ബോഡിയും ഇല്ലെങ്കിലോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെലസ്റ്റിയൽ ബോഡിയും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതല്ല. അതേ കാരണത്താൽ തന്നെ അവിടെ അക്രീഷൻ ഡിസ്കും കാണാൻ സാധിക്കുന്നതല്ല. അക്രീഷൻ ഡിസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ മാഗ്നറ്റിക് പോളുകളിൽ നിന്നും ജെറ്റുകൾ ഉണ്ടാവുകയുള്ളൂ. ആ ജെറ്റുകൾ ഭൂമിയിൽ എത്തിച്ചേരുമ്പോഴാണല്ലോ നമ്മൾ അവയെ തിരിച്ചറിയുന്നത്. ഡോർമെൻറ്റ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോൾ അവിടെ അക്രീഷൻ ഡിസ്കുമില്ല, അതുകൊണ്ട് തന്നെ അവിടെ ജെറ്റുകൾ ഉണ്ടാകുന്നുമില്ല. അതിനെ തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാകുന്നതുമല്ല. ഒരുപക്ഷെ നമ്മുടെ സൗരയൂഥത്തിൻ്റെ വളരെ അരികിൽ തന്നെ അത്തരത്തിലുള്ള അദൃശ്യനായിട്ടുള്ള ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടായിരിക്കാം. അതിൻ്റെ പരിസരത്തേക്ക് നമ്മുടെ സോളാർ സിസ്റ്റം എത്തിച്ചേരുമ്പോഴായിരിക്കാം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അകപ്പെട്ടു പോവുക. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ ബ്ലാക്ക് ഹോളിനെ നമുക്ക് കണ്ടെത്താൻ സാധ്യമായത്? അതിൻ്റെ പിന്നിലുള്ള കാരണം അതിനെ ചുറ്റി വലം വയ്ക്കുന്ന ഒരു നക്ഷത്രമാണ്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ബ്ലാക്ക് ഹോൾ, ആ ബ്ലാക്ക് ഹോളിന് ഒരു പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. ഗയ BH3 എന്നാണ് അതിൻ്റെ പേര്. നമ്മളിൽ നിന്നും 2000 പ്രകാശവർഷങ്ങൾ അകലെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. 2000 പ്രകാശവർഷം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൂരമാണ്. പക്ഷേ സെലസ്റ്റിയൽ ബോഡികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ബ്ലാക്ക് ഹോളുകളെ സംബന്ധിച്ച് അത് വളരെ നിസ്സാരമായ ഒരു ദൂരം മാത്രമാണ്. ഈ ബ്ലാക്ക് ഹോളിന് ചുറ്റുമായിട്ട് ഒരു നക്ഷത്രം വലം വയ്ക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം വരും, പിന്നെ എന്തുകൊണ്ടാണ് ആ നക്ഷത്രത്തിലെ പദാർത്ഥങ്ങൾ സ്പെഗറ്റിഫിക്കേഷനിലൂടെ ആ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ എത്തപ്പെടാത്തത്? അതിനൊരു കാരണമുണ്ട്. ആ ബ്ലാക്ക് ഹോളും ഈ നക്ഷത്രവും തമ്മിലുള്ള ദൂരമെന്ന് പറയുന്നത് 11 പ്രകാശവർഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ നക്ഷത്രം സ്പെഗറ്റിഫിക്കേഷന് വിധേയമാകുന്നില്ല. പക്ഷേ അതിൻ്റെ ചലനത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. നമ്മൾ രാത്രിയിൽ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങളുടെ വേഗത നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് സഹായപ്രദമായിട്ടുള്ള മാത്തമാറ്റിക്കൽ മോഡലുകൾ നമ്മുടെ പക്കലുണ്ട്. അത് കുറേയധികം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് മിൽക്കി വേയുടെ സെൻറ്ററിൽ നിന്നും എത്രമാത്രം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്, ആ നക്ഷത്രത്തിൻ്റെ പരിസരത്ത് മറ്റ് തരത്തിലുള്ള നക്ഷത്രങ്ങളുണ്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളുകളുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ എത്രമാത്രം ദൂരത്തിലാണ് അവ സ്ഥിതി ചെയ്യുന്നത്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നക്ഷത്രത്തിൻ്റെ വേഗത മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെല്ലാം ഉപയോഗിച്ച് ഒരു നക്ഷത്രത്തെ നിരീക്ഷിച്ചപ്പോൾ അതിനുണ്ടായിരിക്കേണ്ട വേഗതയേക്കാൾ കൂടിയ ഒരു വേഗത ഉണ്ട്. അതായത് അത് എന്തിനോ ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് അവിടെ ഒന്നും തന്നെ ഇല്ല. അവിടെ എന്തെങ്കിലും ഒന്ന് ഉണ്ടായേ തീരുകയുള്ളൂ. അത് തീർച്ചയായിട്ടും ഡാർക്ക് മാറ്റർ അല്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞ മാത്തമാറ്റിക്കൽ മോഡലിൽ ഈ ഡാർക്ക് മാറ്ററിൻ്റെ സാന്നിധ്യം കൂടി അല്ലെങ്കിൽ ഫാക്ടേഴ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡാർക്ക് മാറ്റർ അല്ലാത്ത എന്തോ അവിടെ അടങ്ങിയിട്ടുണ്ട്. അതിനെ അത്തരത്തിൽ വ്യതിചലിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഡോർമെൻറ്റ് ബ്ലാക്ക് ഹോൾ തന്നെയായിരിക്കും. പക്ഷേ ഇതല്ല നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അരികിലുള്ള ബ്ലാക്ക് ഹോള്. ഗയ ടെലസ്കോപ്പ് തന്നെ കണ്ടെത്തിയിട്ടുള്ള ഗയ BH1 ആണ് ഏറ്റവും അരികിലുള്ളത്. അവിടേക്കുള്ള ദൂരം 1500 പ്രകാശവർഷങ്ങൾ മാത്രമാണ്.
പക്ഷേ ആ ബ്ലാക്ക് ഹോളിനേക്കാൾ കുറേ കൂടെ ഭീകരനാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ബ്ലാക്ക് ഹോള്. BH1ൻ്റെ മൊത്തത്തിലുള്ള മാസ് എന്ന് പറയുന്നത് സൂര്യൻ്റെ മാസിൻ്റെ 10 ഇരട്ടി മാത്രമാണ്. പക്ഷേ ഈ ബ്ലാക്ക് ഹോളിൻ്റെ 3 ഇരട്ടിയിലധികം മാസാണ് പുതിയതായി കണ്ടെത്തിയിരിക്കുന്ന ബ്ലാക്ക് ഹോളിനുള്ളത്. ഈ രണ്ട് ബ്ലാക്ക് ഹോളിനും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറുണ്ട്. അതായത് രണ്ടും ബൈനറി സിസ്റ്റമാണ്. ഒരു ബ്ലാക്ക് ഹോളായിട്ട് മാത്രം നിൽക്കുകയല്ല. ഒരു ഡോർമൻ ബ്ലാക്ക് ഹോളായിട്ട് മാത്രം നിൽക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് കണ്ടെത്താൻ ഒരിക്കലും സാധിക്കുകയില്ല. ഒരുപക്ഷെ നമ്മുടെ സോളാർ സിസ്റ്റം അതിൻ്റെ നേർക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. കുറേയധികം അടുത്തേക്ക്, ഏതാണ്ട് ഒരു 10 പ്രകാശവർഷം അരികിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നമുക്കത് തിരിച്ചറിയാൻ സാധ്യമാവുക. അതിൻ്റെ അർത്ഥം അപ്പോൾ തന്നെ നമ്മൾ നശിച്ചു പോകുമെന്നല്ല. ഇപ്പോൾ എങ്ങനെയാണോ ഈ ഒരു നക്ഷത്രം ആ ബ്ലാക്ക് ഹോളിന് ചുറ്റും കറങ്ങുന്നത്, അതേ രീതിയിൽ തന്നെ നമ്മുടെ സൗരയൂഥവും ആ ബ്ലാക്ക് ഹോളിന് ചുറ്റും കണ്ടെത്തുന്നതാണ്. പക്ഷേ അതൊക്കെ വെറും ഹൈപ്പത്തറ്റിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഒരു സൂചന പോലും നമുക്ക് ലഭ്യമായിട്ടില്ല. നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഹോളിലേക്ക് തന്നെ മടങ്ങി വരാം. ബൈനറി ബ്ലാക്ക് ഹോൾ ആണെന്ന് പറഞ്ഞല്ലോ. ബൈനറി ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ബ്ലാക്ക് ഹോളിനെ കുറിച്ച് കൂടി പറയേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ പേര് സൈനസ് X1 എന്നാണ്. നമ്മളിൽ നിന്നും 7000 പ്രകാശവർഷമാണ് അവിടേക്കുള്ള ദൂരം. മാത്രമല്ല ഇതും ഒരു ബൈനറി ബ്ലാക്ക് ഹോൾ തന്നെയാണ്. അതിൻ്റെ ചുറ്റിനുമായിട്ട് ഒരു നക്ഷത്രമുണ്ട്. അതൊരു ഭീമാകാരമായിട്ടുള്ള നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിൻ്റെ മാസ് നമ്മുടെ നക്ഷത്രത്തിൻ്റെ മാസിൻ്റെ 40 ഇരട്ടിയോളം വരുന്നതാണ്. പക്ഷേ അത് മെറ്റലിൻ്റെ സാന്നിധ്യം കുറഞ്ഞിട്ടുള്ള മെറ്റൽ പൂവറായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. അതായത് അവിടെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജനും ഹീലിയവും തന്നെയാണ്. എല്ലാ നക്ഷത്രങ്ങളിലും ഹൈഡ്രജനും ഹീലിയവും കൂടുതൽ തന്നെയാണ്. പക്ഷേ ഈ മെറ്റൽ പൂവറായിട്ടുള്ള നക്ഷത്രത്തിൽ അതിൻ്റെ സാന്നിധ്യം വളരെയധികം കൂടുതലാണ്. മാത്രമല്ല ഈ സൈനസ് ബ്ലാക്ക് ഹോളിൻ്റെ വളരെയധികം അരികിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അതും ബ്ലാക്ക് ഹോളും തമ്മിലുള്ള ദൂരമെന്ന് പറയുന്നത് 0.2 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് മാത്രമാണ്. ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരമാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് എത്രമാത്രം അരികിലാണുള്ളതെന്ന്. മാത്രമല്ല അതിൻ്റെ വലിപ്പം വളരെയധികം ഭീകരമാണെന്ന് പറഞ്ഞു. അതിലടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ കുറേശ്ശെയായിട്ട് ആ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അതിന് കൃത്യമായിട്ടുള്ള അക്രീഷൻ ഡിസ്ക് കൊണ്ട് അതൊരു ആക്റ്റീവായിട്ടുള്ള ബ്ലാക്ക് ഹോളാണ്. അത് വലിയൊരു പ്രകാശം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന ജെറ്റുകൾ, ആ ജെറ്റുകൾ ഭൂമിയിൽ എത്തിച്ചേരുന്നുണ്ട്. അതിനെ കണ്ടെത്താൻ വളരെയധികം എളുപ്പമാണ്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ബ്ലാക്ക് ഹോളിനെ തന്നെ കണ്ടെത്തിയത്. 1971 കണ്ടെത്തൽ. അതിനു മുൻപ് ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് വെറും ഹൈപ്പത്തറ്റിക്കലായിട്ടുള്ള ഒരു തിയറി മാത്രമായിരുന്നു. നമ്മൾ മാത്തമെറ്റിക്കലി അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് തെളിയിക്കപ്പെടുന്നത് ഈ വർഷമായിരുന്നു. സയൻറ്റിഫിക്കലി പുതിയതായ ഒരു ബ്ലാക്ക് ഹോളിനെ കണ്ടെത്തുമ്പോൾ അതിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. ഒരു ടെലസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടെത്തിയത് കൊണ്ട് കാര്യമില്ല. അത് വെറും ഹൈപ്പോത്തിസിസ് മാത്രമാകും. അത് ഉറപ്പിക്കണമെങ്കിൽ മറ്റു ചില ടെലസ്കോപ്പുകൾ കൂടി ഉപയോഗിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇവിടെയും 2 ടെലസ്കോപ്പുകൾ അഡീഷണലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഹബിൾ സ്പേസ് ടെലസ്കോപ്പും വെരി ലാർജ് ടെലസ്കോപ്പുമാണ്. അതും കൃത്യമായിട്ട് ആ നക്ഷത്രത്തിന് ഇത്തരത്തിലുള്ള ഒരു വേരിയേഷൻ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനു പുറമെ വേറെ ചില ഡീറ്റെയിലുകൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ആ നക്ഷത്രം ഞാൻ മുമ്പ് പറഞ്ഞ സൈനസ് X1 എന്ന ബ്ലാക്ക് ഹോളിന് ചുറ്റും വലം വയ്ക്കുന്ന നക്ഷത്രം പോലെ തന്നെയുള്ള ഒരു നക്ഷത്രമാണ്. ഇതും ഒരു മെറ്റൽ പൂവർ നക്ഷത്രമാണ്. മെറ്റൽ പൂവറായിട്ടുള്ള നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഹൈപ്പോത്തിസിസ് ആണ്. ആ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് അതിൻ്റെ കാലപ്പഴക്കത്തിൽ കാര്യമായിട്ടുള്ള മാസിൽ കുറവ് സംഭവിക്കുകയില്ല. അതിൻ്റെ മാസ് വലിയ രീതിയിൽ മാറുന്നതല്ല. അതേ കാരണത്താൽ തന്നെയായിരിക്കും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ബ്ലാക്ക് ഹോളിന് വലിയൊരു മാസ് ഉണ്ടായിരിക്കുന്നത്. കാരണം ആ ബ്ലാക്ക് ഹോൾ ഒരു ബൈനറി സിസ്റ്റമാണെന്ന് പറഞ്ഞല്ലോ. അതിന് ചുറ്റുമായിട്ട് ഒരു നക്ഷത്രമുണ്ട്. അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ആ 2 സെലസ്ത്യൽ ബോഡികളും ഒന്നിച്ചുണ്ടായിട്ടുള്ള സെലസ്ത്യൽ ബോഡികൾ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഈ കണ്ടെത്തിയിരിക്കുന്ന ബ്ലാക്ക് ഹോൾ ഒരു വലിയ നക്ഷത്രം തന്നെ ആയിരുന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു സൂപ്പർനോവയിലൂടെ ബ്ലാക്ക് ഹോളായിട്ട് മാറുകയായിരുന്നു. പക്ഷേ മറ്റേ ബ്ലാക്ക് ഹോൾ ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത് അങ്ങനെ തന്നെ തുടർന്ന് പോകാനുള്ള കാരണം ആദ്യം ഉണ്ടായിരുന്ന നക്ഷത്രം ബ്ലാക്ക് ഹോളായിട്ട് മാറിയ നക്ഷത്രത്തിൻ്റെ മാസ് കുറേ കൂടി കൂടുതലായിരിക്കും. ഒരു നക്ഷത്രത്തിന് കൂടുതൽ മാസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ന്യൂക്ലിയർ ഫ്യൂഷന് വിധേയമായിട്ട് അതിലുള്ള ഊർജ്ജമെല്ലാം നഷ്ടപ്പെട്ട് ഒടുവിൽ സൂപ്പർനോവ എന്ന പ്രതിഭാസം സംഭവിക്കുന്നതാണ്. അതിനേക്കാൾ താരതമ്യേന മാസ് കുറവായിരിക്കണം ഇപ്പോൾ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആ നക്ഷത്രത്തിന്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് സൂപ്പർനോവയിലേക്ക് കടക്കാത്തത്. രണ്ടും അപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരേ രീതിയിലുള്ള ക്ലൗഡിൽ നിന്നും തന്നെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടും മെറ്റൽ പൂവറായിട്ടുള്ള
നക്ഷത്രങ്ങൾ തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് ഇത്രയും വലിപ്പമുള്ള ഇത്രയും മാസീവായിട്ടുള്ള ബ്ലാക്ക് ഹോളിന് കാരണമായത്. മെറ്റൽ പൂറായിട്ടുള്ള നക്ഷത്രങ്ങളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ മാസ് കാര്യമായിട്ട് കുറയുന്നതല്ല. അല്ലാതുള്ള നക്ഷത്രങ്ങൾക്ക് മാസ് കുറയും. പ്രത്യേകിച്ച് സൂപ്പർനോവയൊക്കെ സംഭവിക്കുമ്പോൾ ഒരുപാട് മാസ് അതിൽ നിന്ന് നഷ്ടമായി അവശേഷിക്കുന്ന ബ്ലാക്ക് ഹോളിൻ്റെ മാസ് വളരെയധികം കുറവായിരിക്കും. വേറെയും ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ബൈനറി സിസ്റ്റം അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ഗാലക്റ്റിക് പ്ലെയിനിലല്ല സ്ഥിതി ചെയ്യുന്നത്. ഗാലക്സിയുടെ രൂപം നിങ്ങൾ പലപ്പോഴായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കും. മിക്കപ്പോഴും അത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ടൊക്കെ ആയിരിക്കും കാണുക. എന്തായാലും അത്തരത്തിലുള്ള രൂപമാണ്. ഒരു പ്ലെയിനിലായിരിക്കും അത് സ്ഥിതി ചെയ്യുക. അതിൻ്റെ ഘനം വളരെ കുറവായിരിക്കും. അതിനെയാണ് നമ്മൾ ഗാലക്റ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ബൈനറി സിസ്റ്റം ആ പ്ലെയിനിൽ നിന്നും അല്പം മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത്തരത്തിലുള്ള ഒരുപാട് നക്ഷത്രങ്ങളെ നമ്മൾ ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഗാലക്റ്റിക് സ്ട്രീമാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഗാലക്സിക്ക് ചുറ്റുമായിട്ട് സ്ട്രീമുകൾ കാണപ്പെടുന്നുണ്ട്. അതായത് ആ ഗാലക്സിയിൽ നിന്ന് വേർപെട്ട് ഗാലക്സിക്ക് ചുറ്റുമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ട്രീമുകളാണ്. അതിലൊരുപാട് നക്ഷത്രങ്ങളും സെലസ്റ്റിയൽ ബോഡികളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനെ ഒരിക്കലും നമുക്ക് ഒരു ഡ്വാർഫ് ഗാലക്സി അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ഗാലക്സി ആയിട്ട് ഉപമിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇതൊരു ഗാലക്സി അല്ല. ഡ്വാർഫ് ഗാലക്സിയെക്കുറിച്ച് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു റെഗുലർ ഗാലക്സി, മിൽക്കി വേ പോലുള്ള ഒരു ഗാലക്സിക്ക് ചുറ്റുമായിട്ട് വലം വയ്ക്കുന്ന ചെറിയ നിരവധി ഗാലക്സികളുണ്ട്. മിൽക്കി വേക്ക് ചുറ്റുമായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ 50-ലധികം ഡ്വാർഫ് ഗാലക്സികളെ കണ്ടെത്തിയിട്ടുണ്ട്. സ്ട്രീം ഉണ്ടാകാനുള്ള കാരണം മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ഗാലക്റ്റിക് കൊളീഷനാണ്. പലപ്പോഴായി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ തൊട്ടടുത്തുള്ള ആൻഡ്രോമേഡ എന്ന ഗാലക്സി നമ്മുടെ മിൽക്കി വേക്ക് നേരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറേയധികം വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു കൂട്ടിയിടി സംഭവിക്കുമെന്നൊക്കെ. അത്തരത്തിലുള്ള കൂട്ടിയിടികൾ പലപ്പോഴായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ആ കൂട്ടിയിടികളുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ കാണുന്ന മിൽക്കി വേ എന്ന ഗാലക്സി. അങ്ങനെ കൂട്ടിയിടികൾ അവശേഷിപ്പിച്ചിട്ട് പോയിട്ടുള്ള പഴയകാല ഗാലക്സികളുടെ അവശേഷിപ്പാണ് ഈ ഗാലക്റ്റിക് സ്ട്രീമുകൾ. അതിൻ്റെ അർത്ഥം ഈ കാണുന്ന നക്ഷത്രം ശരിക്കും പറഞ്ഞാൽ മുൻകാലത്ത് മിൽക്കി വേയുടെ ഭാഗമായിരുന്നില്ല. അത് മറ്റേതോ ഒരു പ്രാചീന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗാലക്സിയുടെ നക്ഷത്രമാണ്. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ വിവരങ്ങളൊക്കെ തന്നെയും നിരവധി ശാസ്ത്ര പഠനങ്ങളിലൂടെയാണ് ലഭ്യമായിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ടെലസ്കോപ്പ് ഉപയോഗിച്ച് മാത്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ട് ആ നക്ഷത്രത്തിൽ പഠനം നടത്തിയിട്ടുണ്ട്. അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ശാസ്ത്ര പ്രബന്ധമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.